ഷെമൈ: എന്നാൽ അവൻ ഇപ്പോഴില്ല കുട്ടി. നിനക്കറിഞ്ഞുകൂടെ, ബേത്ലഹേമിലും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ സ്ത്രീകളിൽ നിന്നും ജനിച്ച 1 ദിവസം മുതൽ 2 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികളെയും ഹെറോദേസ് കൊല്ലിച്ച വിവരം. വിശുദ്ധ ലിഖിതങ്ങളിൽ ജ്ഞാനമുള്ള നീ ഇതും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? റാമായിൽ ഒരു സ്വരം ഞാൻ കേൾക്കുന്നു, അത് റേച്ചൽ അവളുടെ മക്കളെക്കുറിച്ച് കരയുന്നതാണ്. മരിച്ചുകൊണ്ടിരുന്ന റേച്ചലിൻ്റെ കണ്ണീർ ശേഖരിച്ച് ബെത്ലഹേമിലെ കുന്നുകളും താഴ്വാരങ്ങളും നിറയെ കണ്ണീരായിരുന്നു. മരിച്ചുപോയ തങ്ങളുടെ കുട്ടികളെ ഓർത്ത് അമ്മമാരെല്ലാം വീണ്ടും കരയുകയായിരുന്നു. അവരുടെ കൂടെ തീർച്ചയായും മിശിഹായുടെ അമ്മയും ഉണ്ടായിരുന്നു. ഈശോ: വൃദ്ധനായ മനുഷ്യ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. റേച്ചലിൻ്റെ കരച്ചിൽ ഒരു ഓശാനയായി തീർന്നു. കാരണം സങ്കടത്തിൻ്റെ പുത്രൻ ജനിച്ച അതേ സ്ഥലത്ത് പുതിയ റേച്ചൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ബെഞ്ചമിനെ, തൻ്റെ വലതുകരത്തിൻ്റെ പുത്രനെ, ദൈവജനത്തെ തൻ്റെ ചെങ്കോൽ കീഴെ ഒരുമിച്ച് കൂട്ടി ഏറ്റവും ഭയാനകമായ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന പുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്തു. ഷെമൈ: അവൻ വധിക്കപ്പെട്ടെങ്കിൽ എങ്ങനെ ഇത് സംഭവിക്കും? ഈശോ: ഏലിയായെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അയാൾ അഗ്നിരഥത്തിൽ സംവഹിക്കപ്പെട്ടു. കർത്താവായ ദൈവത്തിന് തൻ്റെ ഇമ്മാനുവേൽ, സ്വന്തം ജനത്തിൻ്റെ മിശിഹയാകുന്നതിന് വേണ്ടി അവനെ രക്ഷിക്കാൻ കഴിയുകയില്ലേ? ഇസ്രയേൽ ജനം അതിൻ്റെ നാട്ടിലേക്ക് ഉണങ്ങിയ കരയിലൂടെ നടന്നു പോകുന്നതിന് വേണ്ടി മോശയുടെ മുമ്പിൽ കടലിനെ വിഭജിച്ചു നിർത്തിയവന് മനുഷ്യൻ്റെ ക്രൂരതയിൽ നിന്ന് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ രക്ഷിക്കാൻ ദൈവദൂതരെ അയക്കാൻ കഴിയുമായിരുന്നില്ലേ? ഞാൻ ഗൗരവപൂർവ്വം പറയുന്നു, ക്രിസ്തു ജീവിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ്റെ സമയം വരുമ്പോൾ സ്വന്തം ശക്തിയിൽ അവൻ സ്വയം വെളിപ്പെടുത്തും. അടിവരയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ അവൻ പറയുന്നത് വളരെ തെളിവുറ്റ ശക്തമായ സ്വരത്തിലാണ്. ആ സ്വരം അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നു. അവൻ്റെ കണ്ണുകൾ പതിവിലധികം പ്രകാശിക്കുന്നു. ആജ്ഞയുടെയും വാഗ്ദാനത്തിൻ്റെയും അടയാളമെന്ന പോലെ ഈശോ തൻ്റെ വലതുകരം നീട്ടിപ്പിടിക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ശപഥം ചെയ്യുന്നത് പോലെ തന്നെ. ഈശോ ഒരു ബാലനാണ്, എന്നാൽ ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഗൗരവമുണ്ട്. ഹിലേൽ: കുട്ടി, നിന്നെ ആരാണ് ഈ വാക്കുകൾ പഠിപ്പിച്ചത്? ഈശോ: ദൈവത്തിൻ്റെ അരൂപി. എനിക്ക് അധ്യാപകരായി മനുഷ്യരാരുമില്ല. ഇതെൻ്റെ അധരങ്ങൾ വഴി സംസാരിക്കുന്ന കർത്താവിൻ്റെ വചനമാണ്. ഹിലേൽ: കുഞ്ഞെ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. നിന്നെ ഞാൻ കാണട്ടെ. നിന്റെ വിശ്വാസം വഴി എൻ്റെ പ്രത്യാശ പുതുജീവൻ പ്രാപിക്കട്ടെ. നിന്റെ ആത്മപ്രകാശം കൊണ്ട് എൻ്റെ ആത്മാവ് പ്രകാശിതമാകട്ടെ. ഈശോയെ ഗമാലിയേലിൻ്റെയും ഹിലേലിൻ്റെയും ഇടക്ക് പൊക്കമുള്ള ഒരു സ്റ്റൂളിൽ ഇരുത്തുന്നു. വായിച്ച് വ്യാഖ്യാനം നൽകാൻ വേണ്ടി ഏതാനും ചുരുളുകൾ കൊടുക്കുന്നു. ഇത് ശരിക്കും പരീക്ഷയാണ്. ജനം ചുറ്റും കൂടി നിന്ന് ശ്രദ്ധിക്കുന്നു. ഈശോ തൻ്റെ തെളിഞ്ഞ സ്വരത്തിൽ വായിക്കുന്നു. എൻ്റെ ജനമേ, ആശ്വസിക്കുക. ജെറുസലേമിൻ്റെ ഹൃദയത്തോടെ സംസാരിക്കുക. അവളുടെ ശുശ്രൂഷയുടെ സമയം അവസാനിച്ചിരിക്കുന്നുവെന്ന് അവളോട് വിളിച്ചു പറയുക. മരുഭൂമിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, കർത്താവിന് ഒരു വഴിയൊരുക്കുവിൻ. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിവാക്കപ്പെടും. ഷെമൈ: ഹേ നസ്രയക്കാരൻ, അത് കണ്ടോ? അവസാനിച്ച അടിമത്തത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തേതുപോലെ മുമ്പൊരിക്കലും ഞങ്ങൾ അടിമകളായിരുന്നിട്ടില്ല. പിന്നെ ഒരു മുന്നോടിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അയാളെവിടെ? നീ വിവരക്കേടാണ് പറയുന്നത്. ഈശോ: ഞാൻ പറയുന്നു, മുന്നോടിയായവൻ്റെ താക്കീത് മറ്റാർക്കെങ്കിലും എന്നതിലധികം നിങ്ങൾക്കാണ് നൽകേണ്ടത്, നിങ്ങൾക്കും നിങ്ങളെപ്പോലെയുള്ളവർക്കും. അല്ലാത്തപക്ഷം നിങ്ങൾ ദൈവമഹത്വം കാണുകയില്ല, ദൈവവചനം നിങ്ങൾ ഗ്രഹിക്കുകയുമില്ല. കാരണം നിങ്ങളുടെ നീചത്വം, അഹങ്കാരം, അസത്യം എന്നിവ കാഴ്ചയിലും കേൾവിയിലും നിന്ന് നിങ്ങളെ തടയുന്നു. ഷെമൈ: ഒരു ഗുരുവിനോട് ഇങ്ങനെ സംസാരിക്കാൻ നീ ധൈര്യപ്പെടുന്നു? ഈശോ: ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എൻ്റെ മരണം വരെയും ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും. കാരണം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ താല്പര്യങ്ങളാണ്. അത് സത്യത്തോടുള്ള സ്നേഹവും. ഞാൻ സത്യത്തിൻ്റെ പുത്രനാകുന്നു. റബി, ഞാൻ ഇതും കൂട്ടിച്ചേർക്കുന്നു. പ്രവാചകൻ പറയുന്നതും ഞാൻ പറയുന്നതുമായ അടിമത്തം നീ വിചാരിക്കുന്നതല്ല, രാജത്വവും നിങ്ങൾ വിചാരിക്കുന്നതല്ല. നേരെ മറിച്ച് മിശിഹായുടെ യോഗ്യതകൾ വഴി മനുഷ്യൻ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടും. തിന്മ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു,
എല്ലാ നുഖത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട് ആത്മാക്കളിൽ ക്രിസ്തുവിൻ്റെ അടയാളം പതിക്കപ്പെടുകയും അവർ നിത്യരാജ്യത്തിലെ പൗരരായി തീരുകയും ചെയ്യും. എല്ലാ രാജ്യങ്ങളും അവൻ്റെ മുമ്പിൽ ശിരസ് നമിക്കും. ഓ ദാവീദിൻ്റെ ഭവനമേ, നിന്നിൽ നിന്നും പുറപ്പെടുന്ന മുള ഒരു വൃക്ഷമായി വളരും. അത് ലോകം മുഴുവനെയും ആവരണം ചെയ്ത് സ്വർഗത്തിലേക്ക് ഉയരും. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധരങ്ങളും അവൻ്റെ നാമത്തെ സ്തുതിക്കും. എല്ലാ മുഴങ്കാലുകളും ദൈവത്തിൻ്റെ അഭിഷിക്തന് മുന്നിൽ മടങ്ങും. സമാധാനത്തിൻ്റെ രാജാവും നായകനുമായ അവിടുത്തെ മുന്നിൽ. തകർന്നതും വിശപ്പ് കൊണ്ട് തളർന്നിരിക്കുന്നതുമായ ആത്മാക്കളെ അവിടുന്ന് സ്വയം ദാനം ചെയ്തുകൊണ്ട് സന്തോഷവും ഭക്ഷണവും നൽകി സംതൃപ്തരാക്കും. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്ന ഈ പരിശുദ്ധൻ്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങും. ഇസ്രയേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരുടെ മൂപ്പന്മാരോട് ഉടമ്പടി ചെയ്തത് അവരെ ദാസന്മാരായി കണ്ടുകൊണ്ടാണ്. എന്നാൽ ഇതങ്ങനെയല്ല. രക്ഷകന്റെ യോഗ്യതയാൽ വീണ്ടും കൃപാവരം നേടിയവരുടെ ആത്മാക്കളിൽ സ്വർഗീയമായ പിതൃത്വം ആവസിപ്പിച്ചുകൊണ്ടാണ് ഈ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത്. രക്ഷകൻ വഴി എല്ലാ നല്ല മനുഷ്യരും കർത്താവിനെ അറിയും. ദൈവത്തിൻ്റെ ആലയം ഇനിയൊരിക്കലും തകർക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ല. ക്ഷമൈ, കുട്ടി ദൈവദൂഷണം പറയാതിരിക്കൂ. ദാനിയേലിനെ ഓർമ്മിക്കൂ. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ദേവാലയവും പട്ടണവും വളരെ ദൂരെ നിന്നും വരുന്ന ഒരു ജനവും അവരുടെ നേതാവും കൂടി നശിപ്പിക്കുമെന്നാണ്. എന്നാൽ നീ പറയുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലം ഇനിയൊരിക്കലും നശിപ്പിക്കപ്പെടുകയില്ലെന്ന്. പ്രവാചകന്മാരെ ബഹുമാനിക്കൂ. ഈശോ, പ്രവാചകന്മാരെക്കാൾ ഉപരിയായി ഒരാളുണ്ടെന്ന് ഞാൻ സഗൗരവം പറയുന്നു. നിങ്ങളവനെ അറിയുന്നില്ല, നിങ്ങളവനെ അറിയുകയുമില്ല. കാരണം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. യഥാർത്ഥമായ വിശുദ്ധ സ്ഥലം മരണത്തിന് വിധേയമാകുകയില്ല. പ്രത്യുത അതിനെ വിശുദ്ധമാക്കുന്നവനെ പോലെ അതും നിത്യജീവിതത്തിലേക്ക് ഉയരും. ലോകാന്ത്യത്തിൽ അത് സ്വർഗത്തിൽ ജീവിക്കും. ഹിലേൽ, കുട്ടി എന്നെ ശ്രദ്ധിക്കൂ. ഹഗൈ പറയുന്നു, രാജ്യങ്ങൾ ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ അവൻ വരും. ഈ ഭവനത്തിൻ്റെ മഹത്വം അപ്പോൾ വളരെ വലുതായിരിക്കും. ഈ അവസാനത്തേത് അതിനു മുമ്പുള്ളതിനേക്കാൾ മഹത്വമേറിയതായിരിക്കും. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ നീ പറയുന്ന വിശുദ്ധ സ്ഥലമായിരിക്കാം. ഈശോ, അതേ ഗുരു, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നിന്റെ സത്യസന്ധത നിന്നെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നു, ക്രിസ്തുവിൻ്റെ ബലി പൂർത്തിയായി കഴിയുമ്പോൾ നിനക്ക് സമാധാനം ലഭിക്കും. കാരണം നീ ദുഷ്ടതയില്ലാത്ത ഒരു ഇസ്രയേൽക്കാരനാണ്. ഗമാലിയേൽ, ഈശോ, എന്നോട് പറയൂ, പ്രവാചകന്മാർ പറയുന്ന സമാധാനം എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? യുദ്ധനിമിത്തം ഈ ജനത്തിന് നാശമാണ് സംഭവിക്കുന്നതെങ്കിൽ സംസാരിച്ച് എനിക്കും പ്രകാശം കാണിച്ചു തരും. ഈശോ, ഗുരു, ക്രിസ്തു ജനിച്ച രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് അങ്ങ് ഓർക്കുന്നില്ലേ? ദൈവദൂതന്മാർ പാടിയത് നന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നല്ലേ? എന്നാൽ ഈ ജനം നന്മനസ്സുള്ളവരല്ല, അവർക്ക് സമാധാനമുണ്ടാകുകയില്ല. ഈ ജനം അവരുടെ രാജാവിനെ അംഗീകരിക്കുകയില്ല. നീതിമാനായ മനുഷ്യനെ, രക്ഷകനെ അംഗീകരിക്കുകയില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് മാനുഷികമായ അധികാരമുള്ള ഒരു രാജാവിനെയാണ്. എന്നാൽ അവൻ അരൂപിയുടെ മേൽ ആധിപത്യമുള്ള രാജാവായിരിക്കും. അവർ അവനെ സ്നേഹിക്കുകയില്ല, കാരണം അവൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അവർക്കിഷ്ടമാകുകയില്ല. രഥങ്ങളും കുതിരകളും ഉൾപ്പെടെ അവരുടെ ശത്രുക്കളെ ക്രിസ്തു തോൽപ്പിക്കുകയില്ല. നേരെ മറിച്ച് അവരുടെ ആത്മാവിൻ്റെ ശത്രുക്കളെയാണ് ക്രിസ്തു പരാജയപ്പെടുത്തുക. കർത്താവിനായി സൃഷ്ടിക്കപ്പെട്ട ഈ ആത്മാക്കളെ ആത്മാവിൻ്റെ ശത്രു നരകത്തിൽ ബന്ധിച്ചിടാനാണ് ശ്രമിക്കുന്നത്. അവനിൽ രക്ഷകളിൽ നിന്ന് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്ന വിജയം ഇതല്ല. ജെറുസലേമേ, നിന്റെ രാജാവ് ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും മേലിരുന്ന് എഴുന്നള്ളി വരും. അതായത് ഇസ്രയേലിലും പുറംജാതിയിലുമുള്ള നീതിമാന്മാരുടെ മേൽ എഴുന്നള്ളി വരും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കഴുതക്കുട്ടി അവനോട് കൂടുതൽ വിശ്വസ്തത കാണിക്കും, കഴുതയേക്കാൾ മുമ്പേ അവനെ അനുഗമിക്കും. സത്യത്തിൻ്റെയും ജീവൻ്റെയും മാർഗത്തിൽ വളരും. ഇസ്രയേൽ അതിൻ്റെ ദുഷിച്ച മനസ്ഥിതി നിമിത്തം സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തി അനേകം നൂറ്റാണ്ടുകൾ സഹിക്കേണ്ടി വരും. അതിൻ്റെ രാജാവിന് സഹനത്തിന് കാരണമാകും.
എസയാസ് പ്രവർത്തിച്ചിട്ടുള്ളതുപോലെ തങ്ങളുടെ രാജാവിനെ അവർ സങ്കടങ്ങളുടെ രാജാവാക്കും. ഷമൈ: നസ്രയക്കാരാ, നിന്റെ വായിൽ പാലും ദൈവദൂഷണവും ഒന്നുപോലെയുണ്ടല്ലോ. മുന്നോടി എവിടെയാണ്? എന്നോട് പറയൂ, എവിടെയാണ് അവൻ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത്? ഈശോ: അവനുണ്ട്. മലാക്കി പ്രവാചകൻ പറയുന്നില്ലേ, എൻ്റെ മുമ്പേ എനിക്ക് വഴിയൊരുക്കാൻ എൻ്റെ ദൂതനെ ഞാൻ അയക്കും. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് പെട്ടെന്ന് അവൻ്റെ ദേവാലയത്തിൽ പ്രവേശിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന ഉടമ്പടിയുടെ ദൈവദൂതൻ. അതിനാൽ മുന്നോടിയായവൻ ക്രിസ്തുവിന് തൊട്ടു മുമ്പിലുണ്ട്. അവനുണ്ട്. ക്രിസ്തു ഉള്ളതുപോലെ അവനുമുണ്ട്. കർത്താവിന് വഴിയൊരുക്കുന്നവനും ക്രിസ്തുവുമായി അനേകം വർഷത്തെ അകൽച്ചയുണ്ടായാൽ വഴികളെല്ലാം വീണ്ടും വളഞ്ഞതും പ്രതിബന്ധങ്ങൾ നിറഞ്ഞതുമായി തീരും. മുന്നോടിയായവൻ അവൻ്റെ യജമാനനേക്കാൾ 1 മണിക്കൂർ മാത്രം മുൻപേ വന്നാൽ മതി എന്നറിഞ്ഞ് ദൈവം അങ്ങനെയാണ് മുൻകൂട്ടി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ മുന്നോടിയെ നിങ്ങൾ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ ദൗത്യം ആരംഭിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയുന്നു, ക്രിസ്തു ഈ വഴിയിലൂടെ വരുമ്പോൾ അവൻ അനേകം കണ്ണുകളും കാതുകളും തുറക്കും. എന്നാൽ നിങ്ങളുടേതും നിങ്ങളെപ്പോലെയുള്ളവരുടേതും തുറക്കുകയില്ല. കാരണം നിങ്ങൾക്ക് ജീവൻ കൊണ്ടുവരുന്ന അവനെ നിങ്ങൾ മരണത്തിന് വിധേയനാക്കും. എന്നാൽ രക്ഷകൻ അവൻ്റെ സിംഹാസനത്തിലും അൾത്താരയിലും ഇരിക്കുമ്പോൾ അവൻ്റെ സിംഹാസനം ഈ ദേവാലയത്തേക്കാൾ ഉയരത്തിലാണ്. അതിവിശുദ്ധ സ്ഥലം വെച്ചിരിക്കുന്ന പേടകത്തേക്കാൾ ഉയരത്തിലാണ്. ക്രോവേമാർ താങ്ങിയിരിക്കുന്ന മഹത്വത്തിൻ്റെ സിംഹാസനത്തേക്കാൾ ഉയരത്തിലാണ്. ദൈവത്തെ വധിച്ചവർക്ക് ദുരിതങ്ങളും പുറംജാതികൾക്ക് ജീവനും അവൻ്റെ 1000 മുറിവുകളിൽ നിന്ന് പ്രവഹിക്കും. കാരണം ഇതറിയാത്ത ഗുരു, ഞാൻ ആവർത്തിച്ചു പറയുന്നു, അവൻ മാനുഷികമായ ഒരു രാജ്യത്തിൻ്റെ രാജാവല്ല, പിന്നെയോ ഒരാത്മീയ രാജ്യത്തിൻ്റെ രാജാവാണ്. അവൻ്റെ പ്രജകൾ അവനെ പ്രതി അരൂപിയിൽ വീണ്ടും ജനിക്കാൻ പഠിച്ചവരായിരിക്കും. യോനായെ പോലെ ജനിച്ചു കഴിഞ്ഞ് വീണ്ടും മറ്റു തീരങ്ങളിൽ ജനിക്കാൻ പഠിച്ചിട്ടുള്ളവരാകും. ദൈവത്തിൻ്റെ തീരങ്ങളിൽ മനുഷ്യരാശിക്ക് യഥാർത്ഥ ജീവൻ നൽകുന്ന ക്രിസ്തു വഴിയാണ് ഈ ആധ്യാത്മിക പുനർജനം സംഭവിക്കുക. ഷെമയും കൂട്ടുകാരും: ഈ നസറയൻ സാത്താനാണ്. ഹിലേലും കൂട്ടുകാരും: അല്ല, ഈ കുട്ടി ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ്. കുട്ടി എൻ്റെ കൂടെ വസിക്കൂ. എൻ്റെ വാർദ്ധക്യത്തിൽ എൻ്റെ അറിവ് നിൻ്റെ അറിവിലേക്ക് അലിഞ്ഞു ചേരട്ടെ. നീ ദൈവജനത്തിൻ്റെ ഗുരുവായി തീരട്ടെ. ഈശോ: ഞാൻ സഗൗരവം പറയുന്നു, നിന്നെപ്പോലെ അനേകരുണ്ടായിരുന്നെങ്കിൽ ഇസ്രയേലിന് രക്ഷ കൈവരുമായിരുന്നു. എന്നാൽ എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല. സ്വർഗത്തിൽ നിന്നും സ്വരങ്ങൾ എന്നോട് സംസാരിക്കുന്നു. എൻ്റെ സമയം ആകുന്നതുവരെ ഞാൻ അവയെല്ലാം ഏകാന്തതയിൽ ശേഖരിക്കണം. അപ്പോൾ എൻ്റെ അധരങ്ങൾ കൊണ്ടും എൻ്റെ രക്തം കൊണ്ടും ഞാൻ ജെറുസലേമിനോട് സംസാരിക്കും. കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട പ്രവാചകന്മാരുടെ വിധി തന്നെയായിരിക്കും എൻ്റെയും വിധി. എന്നാൽ എൻ്റെ ജീവന് മുകളിൽ കർത്താവായ ദൈവമുണ്ട്. അവന് ഞാൻ എന്നെ തന്നെ വിധേയനാക്കുന്നു. വിശ്വസ്ത ദാസനായി അവൻ്റെ മഹത്വത്തിന് എന്നെ അവൻ്റെ പാദപീഠമാക്കുന്ന സമയം കാത്തിരിക്കുന്നു. എൻ്റെ നാഴികയിൽ എനിക്കായി കാത്തിരിക്കും. ഈ കല്ലുകൾ എൻ്റെ സ്വരം വീണ്ടും കേൾക്കും. എൻ്റെ അവസാന വാക്കുകൾ കേട്ട് പ്രകമ്പനം കൊള്ളും. ആ ശബ്ദത്തിൽ ദൈവസ്വരം കേട്ട് അതിനിമിത്തം അവനിൽ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാകും. അവർക്ക് നിങ്ങളുടെ സ്വാർത്ഥത നിമിത്തം ഭൗമികമെന്ന് നിങ്ങൾ കരുതുന്ന സ്വർഗരാജ്യം ക്രിസ്തു നൽകും. തന്മൂലം ഞാൻ പറയുന്നു, കർത്താവേ, ഇതാ നിന്റെ ദാസൻ. നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വരുന്ന നിന്റെ ദാസൻ അത് പൂർത്തിയാക്കപ്പെടട്ടെ. കാരണം അത് നിവർത്തിതമാക്കാൻ ഞാൻ അത്യധികമായി ആഗ്രഹിക്കുന്നു. ഈശോയുടെ മുഖം ആത്മീയ തീഷ്ണതയാൽ കത്തിജ്വലിക്കുന്നു. മുഖം സ്വർഗത്തിലേക്കുയർത്തി കൈകൾ നീട്ടി ഈശോ നിവർന്നു നിൽക്കുന്നു. ചുറ്റുമുള്ള പണ്ഡിതന്മാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ദർശനം ഇങ്ങനെ അവസാനിക്കുന്നു.